ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റോസ് ചെടികൾ നല്ല തഴച്ചു വളരാനും നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകാനും ഒക്കെയാണ്. ഒത്തിരി കൂട്ടുകാർ ചോദിച്ചു, ഇതുപോലെ പൂക്കൾ ചെറുതായി പോവുകയാണ്, അതുപോലെ തന്നെ ഇലയെല്ലാം ബ്രൗൺ നിറത്തിലായി, ഇതേപോലെ കുത്തുകൾ വീഴുന്നു, അങ്ങനെ ഒരുപാട് ഇല മഞ്ഞളിച്ചു പോകുന്നു, അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു. പിന്നെ പുതിയ നാമ്പ് വരുന്നില്ല, പുതിയ ബഡ്സ് വരുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇല ഇതേപോലെ ചുരുണ്ടു പോകുന്നു, ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുടെ അടുത്തായിട്ട് ഒരു ഓപ്ഷൻ ബെൽ ഐക്കണുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം നമ്മുടെ ചാരമാണ്, അതായത് നമ്മുടെ വിറക് കത്തിക്കുന്ന ചാരം. ഈ ചാരം എന്ന് പറയുന്ന റോസ് ചെടികൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം എല്ലാ ദിവസവും നമ്മൾ ചോറ് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ചെടികളുടെ ഗ്രോത്തിനെ ഇത് നല്ല രീതിയിൽ സഹായിക്കും. മണ്ണിൻ്റെ ഘടന നല്ല പോലെ ക്വാളിറ്റി ഉള്ളതാക്കാനും ഈ കഞ്ഞിവെള്ളം സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ ആദ്യം കണ്ട ചാരവും ഈ കഞ്ഞിവെള്ളവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറായി. ഇത് നമ്മുടെ ചെടികൾ ശക്തമായ വേരുകൾ ഉണ്ടാകാൻ, അതായത് നല്ല കരുത്തുറ്റ വേരുകളും തണ്ടുകളും ഉണ്ടാകാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കും. ഞാനിവിടെ 2 കപ്പ് കഞ്ഞിവെള്ളം എടുത്തു. നിങ്ങൾക്കത് ഏകദേശം ഒരു 10 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചാരമാണ്. അതായത് ഒരുപാട് ചാരമൊന്നും ചേർക്കേണ്ട, നല്ല ഒരു പിടി ചാരം ഈ വെള്ളത്തിലേക്ക് നിങ്ങൾ ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയത് ഇത് കണ്ടോ, ഈ ചാരമാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഒരു പിടി മാത്രമേ ചേർക്കാവൂ. ചാരം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചാരം എല്ലാ ചെടികൾക്കും ചേർക്കുമ്പോൾ അതിന് മുമ്പ് ചെറുതായിട്ട് pH നോക്കുന്നത് നല്ലതാണ്. അതായത് എസ്പെഷ്യലി നമ്മുടെ റോസ് ചെടികൾ നല്ലതുപോലെ വളരാൻ വേണ്ടിയ pH എന്ന് പറഞ്ഞാൽ ഒരു 6 മുതൽ 7 വരെയുള്ള pHലാണ് റോസ് ചെടികൾ നല്ല രീതിയിൽ വളരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള ഇതുപോലുള്ള കരികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു പിടി നമ്മുടെ ചായയുടെ മട്ട് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ അകത്ത് ധാരാളം നൈട്രജൻ്റെയും ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നല്ല അളവിൽ പൊട്ടാഷ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, കാൽഷ്യം ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റോസ് ചെടികൾക്ക് വളരാൻ അത്യാവശ്യമായിട്ട് വേണ്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ റോസിന് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ചെടികൾ നല്ലതുപോലെ പൂക്കാനും അതുപോലെ തന്നെ നല്ലപോലെ ഇലകൾ ഉണ്ടാകാനും ഒക്കെ ഇത് സഹായിക്കും. ഓക്കെ, ഇത് കണ്ടോ, ഞാൻ റോസ് ചെടികൾക്ക് ഇത് പ്രത്യേകം ഞാൻ കൊടുക്കാറുണ്ട്. കാരണം നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ ഈ റോസ് ചെടികൾക്കൊക്കെ ഇലകൾ ചുരുണ്ട് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ചുരുളാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലകങ്ങളുടെ കുറവാണ്. മൂലകങ്ങളുടെ കുറവ് നികത്താൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ചാരം ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറേ ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതുണ്ട്. ഉള്ളിയുടെ തോല്, മുട്ടത്തോടിൻ്റെ അകത്ത് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ റോസാ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ ബെസ്റ്റാണ്, ഏറ്റവും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്ന് മാത്രമല്ല, എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതായത് എഫിഡ്സ്, മിലിബഗ്സ്, അതുപോലെയുള്ള ചെറിയ ചെറിയ വെള്ളീച്ചയുടെ ശല്യമൊക്കെ നമ്മുടെ റോസ് ചെടികൾക്കും മറ്റ് ചെടികൾക്കും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും തളിച്ചു കൊടുക്കുക. ഏറ്റവും നല്ലൊരു പെസ്റ്റിസൈഡാണ് നീം ഓയിലിൻ്റെ അകത്ത് ഒരു 2 ഡ്രോപ്സ് സോപ്പ് സൊല്യൂഷനും കൂടെ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചാരം ചേർക്കുന്നതിന് മുൻപ് മണ്ണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചട്ടിക്ക് ഇതേപോലെ 1
സ്പൂൺ എന്ന അളവിൽ മാത്രമേ ചേർക്കാവൂ, അതിൽ കൂടുതൽ ചേർക്കരുത്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, 1 സ്പൂൺ മാത്രമേ ചേർക്കാവൂ. അത് ചേർക്കുമ്പോൾ ഒരിടത്തേക്ക് ഇട്ട് കൊടുക്കരുത്. അത് നമ്മൾ ഇടുമ്പോൾ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അതായത് ചുറ്റും ഇച്ചിരി ഇച്ചിരി ഇതേപോലെ വേരിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സൈഡിലായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഒരിക്കലും കൊണ്ട് ഒരു സൈഡിലായിട്ട് ഇടുക, ചുറ്റും ചെറിയ അളവിൽ ഇട്ട് കൊടുക്കുക. മണ്ണ് ഇന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാരം ഇട്ടതിന് ശേഷം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇല്ല എങ്കിൽ ചെടി, ഞാൻ പറഞ്ഞല്ലോ, ചാരത്തിൻ്റെ അളവ് അഥവാ നിങ്ങൾ ഇടുന്നത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ധാരാളം അടങ്ങിയിരിക്കുന്നത് പൊട്ടാഷ്യമാണ്. പൊട്ടാഷ്യം എന്തോ ചെയ്യുന്നത്? പൊട്ടാഷ്യം നമ്മുടെ ചെടികൾക്ക്, പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ചെടികളെ ഇൻസെക്ട്സ് വന്ന് കടിക്കുകയും ജീവികൾ വന്ന് കടിക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസീസ് കൊണ്ട് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ നമ്മുടെ ഈ ചാരം സഹായിക്കും. അതായത് പൊട്ടാഷ്യം സഹായിക്കും. പൊട്ടാസ്യം തന്നെയാണ് പൊട്ടാഷ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അന്നേരം ഈ പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ചെടികളുടെ ഇലകളുടെ അരിക് ഇതേപോലെ മഞ്ഞിച്ച് വരാനുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ആ ഒരു സ്റ്റെം വളരെ വീക്കായി പോകുന്നത്, അതുപോലെ പൂവർലി ഡെവലപ്ഡ് ബഡ്സ്. എല്ലാം കുറേ പേര് എന്നോട് പറഞ്ഞു, ചേച്ചി പൂ വിരിയുന്നില്ല എന്നൊക്കെ. ഇതിനൊക്കെ ഉള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ കുറവ് തന്നെയാണ്. അങ്ങനെയുള്ളവർ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം, ഇത് കഞ്ഞിവെള്ളത്തിൽ നമ്മൾ കലക്കി യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞ ആദ്യം കാണിച്ചു തന്നതുപോലെ നമ്മൾ 10 ഇരട്ടി വെള്ളത്തിലൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു വെതർ. നല്ല മഴ വരികയാണ്, മഴക്കാറും ഇതേപോലെ ഇങ്ങനെ വരുന്ന ഒരു സമയമാണിത്. പിന്നെ മഴയുള്ള സമയത്തൊക്കെ നമ്മൾ റോസ് ചെടികളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഷെയ്ഡിൽ മാറ്റി വെക്കുക. കാരണം ഒരുപാട് വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ ഇതായി പോകാനുള്ളൊരു വേരൊക്കെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതൊക്കെ പുതിയതായിട്ട് വരുന്ന റോസ് ചെടികളാണ്. അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ. പിന്നെ നമ്മൾ ഈ വളമൊക്കെ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇടുന്ന ഫെർട്ടിലൈസർ ഈ കളകൾ വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളം ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കളകളൊക്കെ എടുത്ത് പറിച്ച് മാറ്റുന്നത് നമ്മുടെ ചെടിയുടെ ഒരു ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ pH ചെക്ക് ചെയ്യുമ്പോൾ pH കൂടുതലാണെങ്കിൽ ഈ നമ്മുടെ ഈ ചാരം ചേർക്കുന്നത് വളരെ നല്ലതാണ്. പൂക്കൾ, ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോഴേ മഴയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് കുറവെങ്കിലും പൂക്കൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ pH ചെക്ക് ചെയ്യുമ്പോൾ ഒരു 6ൽ കുറവാണെങ്കിൽ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക, ചാരം. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് കനത്തിൽ ചാരം ഇട്ട് കൊടുക്കരുത്. അതിന് ചെറിയ അളവിൽ വേണം റോസ് ചെടികൾക്കൊക്കെ ചാരം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഈ പൊട്ടാഷ്യം നിങ്ങൾക്കറിയാമല്ലോ, വെള്ളത്തിൽ നല്ലതുപോലെ ലയിക്കുക. അതുകൊണ്ട് തന്നെ ചാരം നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ കഞ്ഞിവെള്ളത്തിലോ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ വേരുകളിലേക്ക് എത്താൻ സഹായിക്കും, നമ്മളിങ്ങനെ കലക്കി ഒഴിക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഞ്ഞിവെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നത്. പെട്ടെന്ന് ആ ചെടികളുടെ വേരിലേക്ക് കിട്ടി അതിനെ അബ്സോർബ് ചെയ്യാനും പിന്നീട് പെട്ടെന്ന് തന്നെ പൂവ് ഉണ്ടാകാനും ഒക്കെ, പുതിയ നാമ്പുകൾ വരാനും ഒക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഈ ചാരത്തിൽ നല്ല രീതിയിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങളവർക്ക് ഫോസ്ഫറസ് ചെടികൾക്ക് എന്താണ് ചെയ്യുന്നത്? ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെടികളുടെ വേരുകൾ നല്ല രീതിയിൽ വളരാനത് സഹായിക്കും. ഈ വേരുകൾ നല്ല ഹെൽത്തി ആയാൽ മാത്രമേ അതിൻ്റെ മണ്ണിൽ നിന്ന് ഇതിന് മൂലകങ്ങൾ, അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒക്കെ വലിച്ചെടുക്കാൻ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വേരുകളുടെ നല്ല വളർച്ചയ്ക്ക് ഈ ഫോസ്ഫറസ് സഹായിക്കും. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ലപോലെ പൂക്കളും അതുപോലെ തന്നെ മുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ ഫോസ്ഫറസ് സഹായിക്കും. ഫോസ്ഫറസ് നല്ല രീതിയിൽ ഈ ചാരത്തിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് റോസ് ചെടികൾക്ക് ധൈര്യമായിട്ട് ചാരം ഉപയോഗിക്കാം. മെയിനായിട്ട് ഈ പൊട്ടാഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ കുറവുകൾ കൊണ്ടാണ് നമ്മുടെ ചെടികൾ മെയിനായിട്ട് ദുർബലമായിട്ടുള്ള, വളരെ ഒട്ടും ഒരു ഇതില്ലാത്ത പൂവും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുകൾക്ക് ഒരു കട്ടിയില്ലാത്തതും ഇലകൾ ചുരുണ്ടു പോകാനും ഒക്കെയുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മൂലകങ്ങളുടെ കുറവാണ്. ആദ്യം നമ്മൾ ഈ മൂലകങ്ങളുടെ കുറവ് പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ എന്നും റോസ് പൂക്കാനും പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി നല്ല രീതിയിൽ വരാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ഞാൻ
ഞാൻ കുറേ റോസ് ചെടികൾ വാങ്ങിച്ചിരുന്നു. അത് അൺബോക്സ് ചെയ്യുന്നതായിരുന്നു കാണിച്ചത്. അതെങ്ങനെയാണ് നടുന്നതെന്ന് ഉള്ള വീഡിയോ ഞാൻ ഉടനെ കാണിക്കാം. കാരണം ഇവിടെ ഇപ്പം നല്ല മഴയാണ്, അതുകൊണ്ട് എനിക്ക് ഈ സോയിൽ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഉടൻ തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സ്, റോസിൻ്റെ ബെസ്റ്റ് പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കണുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ കൂട്ടുകാരെ, അതുപോലെ തന്നെ പൂ വന്നതിന് ശേഷം ഞാനിപ്പം കാണിച്ചു തന്നല്ലോ, അതേപോലെ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ പിഞ്ച് ചെയ്ത് കളയുക. അങ്ങനെ പിഞ്ച് ചെയ്ത് കളയുമ്പോഴാണ് പുതിയ പൂക്കൾ വരാനൊക്കെ പിന്നീടും അതിൻ്റെ ഹെൽത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഇത് നമ്മൾ പറിച്ച് കളഞ്ഞില്ല എങ്കിൽ കൂടുതൽ എനർജി ആ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ നുള്ളി കളയുക. ഇതേപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്ത് കളയുക. അത് വളരെ, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സിസർ ഉണ്ടെങ്കിൽ സിസർ വെച്ച് കട്ട് ചെയ്ത് കളയുന്നതും വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ചാരം ചെടികൾക്ക് യൂസ് ചെയ്യാറുണ്ടോ, എന്ത് ഫെർട്ടിലൈസറാണ് നിങ്ങൾ റോസിന് യൂസ് ചെയ്യുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.